പൊടിപൊടിച്ച പെരുന്നാൾ ആഘോഷം ഈദ്ഗാഹുകളിലേക്കും ഈദ് മിലാനിലേക്കും ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും സന്ദേശങ്ങൾ ഉദ്ഘോഷിച്ചുകൊണ്ട് ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചു. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം സ്നേഹത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് വിശ്വാസികൾ ഈദ്ഗാഹുകളിൽ ഒഴുകിക്കൂടി. സാമൂഹിക തിന്മയായ ലഹരിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഖത്തീബുമാർ ഖുതുബ പ്രഭാഷണത്തിൽ ഉദ്ബോധിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം പ്രാർത്ഥനയ്ക്കെത്തിയ ആയിരങ്ങൾ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തു. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നിരവധി ഇടങ്ങളിൽ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചു. റൂവി അൽക്കറാമ ഹൈപ്പർ മാർക്കറ്റിൽ അലി ഷാക്കിർ മുണ്ടേരി നമസ്കാരത്തിന് നേതൃത്വം നൽകി. വാദി കബീർ ഇബ്നുൽ ഖനൂൻ സ്കൂളിൽ അഷ്കർ നിലമ്പൂരും, സീബ് കാലിഡോണിയൻ കോളേജിൽ ഷമീർ ചന്ദ്രാപിന്നിയും, ഷുവൈഖ് ഷാഹി ഫുഡ്സിൽ സഫർ മാഹി എന്നിവരും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഖുതുബയ്ക്ക് ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും ഹസ്തദാനം ചെയ്തും സൗഹൃദം പുതുക്കിയുമാണ് വിശ്വാസികൾ ഈദ്ഗാഹിൽ നിന്നും പിരിഞ്ഞത്. മെബേല അൽഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിന് അബ്ദുൽ കരീം തിരൂർ നേതൃത്വം നൽകി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും റമദാൻ മാസത്തിലെ നോമ്പിന് ശേഷം വരുന്ന ഈദ് വിശ്വാസികൾ സൗഹൃദം ഊട്ടിയുറപ്പിക്കാനും അതോടൊപ്പം തന്നെ പരസ്പര സഹകരണം വളർത്തുവാനും ഉപയോഗിക്കണമെന്ന് ഇമാം ഖുതുബ പ്രഭാഷണത്തിൽ ഉദ്ബോധിച്ചു. നിലവിൽ മലയാളി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കും ആക്രമണ വാസനയ്ക്കുമെതിരെ അണിചേരാനും സാധിക്കേണ്ടതാണെന്നും ഇമാമുമാർ ഖുതുബ പ്രഭാഷണത്തിൽ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും.